നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രൈസ്തവർ ഇന്ന് ഈസ്റ്ററിന് ഒരുക്കമായ നോമ്പ് ആരംഭം കുറിച്ചുകൊണ്ട് ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ഇരിങ്ങാലക്കുട KSC ലിമിറ്റഡിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ജനങ്ങളിൽ ആത്മവിശ്വാസം ഉയർത്താൻ പഞ്ചായത്തുകളിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനം. അൻപത് നോമ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വാർത്തകൾ വിശദമായി. ക്രൈസ്തവർ ഇന്ന് ഈസ്റ്ററിന് ഒരുക്കമായ നോമ്പ് ആരംഭം കുറിച്ചുകൊണ്ട് ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. വിശ്വാസികളുടെ നെറ്റിയിൽ ചാരം പൂശിയാണ് തിരുകർമ്മങ്ങൾ തുടങ്ങുന്നത്. പെരിങ്ങോട്ടൂര താനിം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട KSC ലിമിറ്റഡിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി നൂറഞ്ചേരി വീട്ടിൽ സജീവാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. നടവരമ്പ് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ അരിപ്പാലം ചേലൂർ വഴി തൃശൂരിലേക്ക് പോവുകയായിരുന്ന MS മേനോൻ എന്ന ബസ്സാണ് അപകടം സൃഷ്ടിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന സജീവൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും ബസ് ഇടിച്ചു. സ്കൂട്ടർ ബസ്സിനടിയിലായിരുന്നു. അപകടം ഉണ്ടായ ഉടനെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ജനങ്ങളിൽ ആത്മവിശ്വാസം ഉയർത്താൻ പഞ്ചായത്തുകളിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനം. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 5 പഞ്ചായത്തുകളിൽ ജാഗ്രതാ സമിതികൾ രൂപവത്കരിക്കാൻ കാഞ്ഞാണിയിൽ നടന്ന അന്തിക്കാട് പോലീസിന്റെയും ജനമൈത്രി സമിതിയുടെയും യോഗം തീരുമാനിച്ചു. SI അനു ജോസ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ വർദ്ധിക്കുന്നതായും പ്രായപൂർത്തിയാകാത്തവരെ കൂടി ഉൾപ്പെടുത്തി ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതായും യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജനമൈത്രി പോലീസ് നിർവഹണ ഉദ്യോഗസ്ഥൻ NK അനൂപ് അധ്യക്ഷനായി. KB ജ്യോതിലക്ഷ്മി, NA പീതാംബരൻ, CG മോഹൻദാസ്, VN മേനക, VV സച്ചീന്ദ്രൻ, പ്രസന്ന മനോജ് എന്നിവർ പ്രസംഗിച്ചു. ജനമൈത്രി പോലീസിംഗ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മളെപ്പോലെ വലിയൊരു ഏരിയ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധി വരുന്ന ഇത്ര വലിയൊരു ഏരിയ വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നമുക്ക് ഓടി എത്തി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഇപ്പോൾ നമ്മൾ എപ്പോഴും നമുക്കൊരു പ്രിവെൻറ്റീവ് ആക്ഷൻ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. ഇപ്പോൾ പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഒരു കുറ്റകൃത്യം തടയുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ളൊരു പ്രിവെൻറ്റീവ് ആക്ഷനൊക്കെ നമുക്ക് ഇഫക്റ്റീവായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഞങ്ങളെ സഹായിക്കണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം നടക്കാൻ പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ ആ ഏരിയയിലുള്ള ആളുകൾക്ക് കൂടുതൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് ഞങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുകയും ചെയ്യുവാണെങ്കിൽ അത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ആ കാര്യത്തിൽ ഇടപെടാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും അല്ലെങ്കിൽ പല കുറ്റകൃത്യങ്ങൾ തടയാനും ഈ ഇഫക്റ്റീവായിട്ടുള്ള ജനമൈത്രി സംവിധാനം നമുക്ക് തെളിയിച്ച അത് നമ്മുടെ കേരളത്തിലുടനീളം അത് തെളിയിച്ചിട്ടുണ്ട്. 50 നോമ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക വികാരി റഫൻ ഫാദർ ജെൻസ് തട്ടിൽ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ ജോൺസൺ AN P, ഡെൻസൺ ഫ്രാൻസിസ്, ജിജോ ജോസ് എന്നിവർ നേതൃത്വം വഹിച്ചു. ഇതോടെ ക്രൈസ്തവർക്ക് 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിന് ഔദ്യോഗികമായി തുടക്കമായി. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി വേലയ്ക്ക് കൊടികയറി. പട്ടാമ്പി പണിക്കന്മാർ വന്ന് കൊട്ടി അറിയിച്ചുകൊണ്ട് അശ്വതി വേലയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്ന് വൈകിട്ട് കൂത്ത് ചിറയിടുന്നു. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ കമ്പരാമായണം കൂത്തുമാടത്തിൽ അരങ്ങേറും. ഫെബ്രുവരി 16 വൈകിട്ട് 7:30 ഗാനമേളയും 17 നാടകവും 18-20 ദിവസങ്ങളിൽ കലാപരിപാടികൾ 19 ബാലെ
സ്റ്റേജിൽ അരങ്ങേറുന്നു. 21-ാം തീയതി ദിവസത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളി ഭക്തി നിർഭരമായ പറയെടുപ്പ് നടക്കുന്നതാണ്. 22-ാം തീയതി അശ്വതിവാര ദിനത്തിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരുടെ നേതൃത്വത്തിൽ മേളവും ഊട്ടോളി രാമൻ ഭഗവതി തിടമ്പേറ്റിയുള്ള പകൽപൂരവും തുടർന്ന് വർണ്ണമഴ, നാടകം എന്നിവയും ഉണ്ടായിരിക്കും. 23-ാം തീയതി പുലർച്ചെ മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലങ്ങൾ ക്ഷേത്രത്തിൽ എത്തി കാളകളിയും ദാരികനും കളി കഴിഞ്ഞ് രാമശര സമർപ്പണത്തോടുകൂടി ഈ വർഷത്തെ അശ്വതിവേലയ്ക്ക് തിരശ്ശീല വീഴുന്നു. അശ്വതിവേല കൊടിയേറ്റത്തിന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് റജി ഭരതൻ കിഴക്കേടത്ത്, സെക്രട്ടറി ശരത് മുരുക്കുംതറ, ട്രഷറർ രതീഷ് കൊന്നംപറമ്പത്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ തുളസി KC, മേൽശാന്തി പ്രദോഷ് ശങ്കർ, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ BS, ജോയിന്റ് സെക്രട്ടറി സുമേഷ് പനാട്ടിൽ, ക്ഷേത്രം വെളിച്ചപ്പാട് ഗോപാലകൃഷ്ണൻ വലത്ത്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ആയ നാരായണൻ പാനാട്ടിൽ, ശ്യാമള ദേവി കിഴക്കേടത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാകേഷ് യുവ, സുധീഷ് പാനാട്ടിൽ, സുമിത്രൻ തൊട്ടാരത്ത്, പവിത്രൻ വാലിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. CC മുകുന്ദൻ MLA നയിക്കുന്ന LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥ ഫെബ്രുവരി 17, 18, 19 തീയതികളിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുമെന്ന് CC മുകുന്ദൻ MLA തൃപ്രയാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക നിയോജക മണ്ഡലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കുകയാണ് ജാഥയുടെ മുഖ്യ ലക്ഷ്യം. KK ജോബി മാനേജരും AS ദിനകരൻ വൈസ് ക്യാപ്റ്റനായും വലപ്പാട് ചന്തപ്പടിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്രയുടെ ഉദ്ഘാടനം CPI മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിക്കും. 45 കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്രയുടെ സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KK ജോബി, TS മധുസൂദനൻ, UK ഗോപാലൻ, KM കിഷോർ കുമാർ എന്നിവരും പങ്കെടുത്തു. അതുപോലെ രണ്ട് കാര്യങ്ങളാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഒന്ന്, നമ്മുടെ ഈ പറയുന്ന BJP ഒരു പ്രതിഷേധം നടത്താനായി. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി നിർദ്ദേശം നൽകി എല്ലാ ഉന്നതന്മാരുടെ ഓഫീസിലേക്ക് സമരം നടത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 10-15 പേര് വന്ന് ഒരു സമരം നടത്താനായി. പിന്നീട് കോൺഗ്രസും ഇതുപോലെ സംഘടിപ്പിച്ചൊരു സമരം സംഘടിപ്പിക്കപ്പെട്ടു. അവർ പറഞ്ഞ ചില നിർദ്ദേശങ്ങളും സ്റ്റേറ്റ് വരെയുള്ള ചില നിർദ്ദേശങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷെ മണ്ഡലത്തിനെ കുറിച്ചും ഒരു പരാതി അവർക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവരോട് നിർദ്ദേശം കൂടി നമ്മൾ ഇന്ന് സമീപിച്ച് ചെയ്തിട്ടുണ്ട്. ഒരാൾക്കും പരാതി പറയാത്ത രീതിയിൽ ഈ 5 വർഷക്കാലം 2-3 മാസവും കഴിയണം. 5 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ വളരെയേറെ ഗുണകരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എടത്തുരുത്തി പൈനൂരിൽ കൊയ്ത്തുത്സവം നടത്തി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൈനൂർ പാടത്ത് കൃഷി ഇറക്കിയത്. 8 ഏക്കറോളം സ്ഥലത്ത് തൊഴുത്തുംപറമ്പിൽ മനോജ്, സന്തോഷ് എന്നിവർ ചേർന്നാണ് നെൽകൃഷി ഇറക്കിയത്. കൃഷിഭവൻ നൽകിയ ഉമ്മവിത്താണ് വിതച്ചത്. പൈനൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മുഖേന ശുദ്ധജലം എത്തിച്ച് നടത്തിയ കൃഷി മികച്ച വിളവാണ് നൽകിയത്. ET ടൈസൺ MLA കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ KA മേഘ, കൃഷി അസിസ്റ്റന്റ് VC സിജി, മുൻ വാർഡ് മെമ്പർ PH ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. അരിയിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ദോശയായാലും പുട്ടായാലും മറ്റ് സാധനങ്ങളായാലും എല്ലാം ഉപയോഗിക്കുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നെല്ലാണ്. നമുക്ക് നെൽപ്പാടങ്ങളുടെ അളവിൽ നന്നായി കുറവ് വന്നിട്ടുണ്ട് നമ്മുടെ മണ്ഡലത്തിൽ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നെൽപ്പാടം കാണാൻ കഴിയുന്നത് എടത്തിരുത്തിയിൽ മാത്രമാണ്. മറ്റൊരു പ്രദേശത്ത് പോലും അങ്ങനെ ഇല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 ബൃഹത്തായ പദ്ധതികൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നു. ലിഫ്റ്റ് ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല പദ്ധതി വന്നു. അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയുള്ള ഭാഗത്ത് കൃഷിയല്ലേ. മനോജിനെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കൺവെൻഷനും സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടത്തി. 3 പീടിക വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ AKPPA സംസ്ഥാന കൺവീനർ സലീം മുക്കം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കൺവീനർ അൻവർ ഖാരയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് മൂപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം ID കാർഡ് വിതരണം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജു വാലത്തറ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൈപ്പമംഗലം വില്ലേജ് വൈസ് പ്രസിഡന്റ് മനാഫ് ചൂലുകാരൻ, സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ റിയാസ് വടൂക്കര, ജില്ലാ പ്രസിഡന്റ് ഷൗക്കത്ത് അലി, അനിൽ കുമാർ ചന്ദ്രാപിനി എന്നിവർ സംസാരിച്ചു. AKPPA കൊടുങ്ങല്ലൂർ താലൂക്ക് ഭാരവാഹികളെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അനിൽകുമാർ ചന്ദ്രാപിനിയെയും സെക്രട്ടറിയായി ഗാലിദ് പെരുന്നതിനെയും ട്രഷറർ ആയി മനാഫ് ചൂലുകാരനെയുമാണ് യോഗത്തിൽ തെരഞ്ഞെടുത്തത്. കാലാനുസൃത മാറ്റങ്ങളെ ഉൾക്കൊണ്ട് എഴുത്തുകാർ കൂടുതൽ ക്രിയേറ്റീവ് ആകണമെന്ന് സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് അഭിപ്രായപ്പെട്ടു.
ഫ്രണ്ട്സ് ക്രിയേറ്റീവ് ഫോറത്തിന്റെ 40ാമത് വാർഷികാഘോഷവും സമാദരണീയവും നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെയർമാൻ ഫ്രാൻസിസ് പടക്കൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടംതുള്ളൽ കലാകാരൻ പഴുവിൽ ഗോപിനാഥ്, മുൻകാല വോളിബോൾ താരം ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി കെ ദിനേശ് രാജ, ചലച്ചിത്ര സംവിധായകൻ അമ്പിളി, മുനി പരമസാരബിന്ദു, കവി രാമചന്ദ്രൻ വേളേക്കാട്ട്, ചലച്ചിത്ര സംവിധായകൻ വാസൻ പെരിങ്ങോട്ടുകര, നന്മ ജില്ലാ പ്രസിഡന്റ് മനോമോഹൻ, ശിവദാസൻ മാസ്റ്റർ, MD ചന്ദ്രമോഹൻ, ജോസ് മഞ്ഞില, കവയത്രി നോമി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഈ സൗഹൃദ വട്ടത്തിന്റെ വട്ടം തന്നെയാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നവരും അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. യഥാർത്ഥത്തില് നമ്മുടെ നാടിന്റെ അരങ്ങ് ഇങ്ങനെയാണ്, നടുക്കാണ്. അപ്പുറത്തിപ്പുറത്തും ആളുകൾ, നടുക്കാണ് അരങ്ങിനെ അഭിസംബോധന ചെയ്യുന്ന ആളുടെ സ്ഥാനം. ഈ നടുക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തമായാലും വിരോധമില്ല, അത് വട്ടം, സൗഹൃദ വട്ടമാണ്. സർക്കിൾ വെറുതെ കൊണ്ടുപോയിരിക്കാൻ ന്യായമില്ല. നിരവധി വട്ടങ്ങളുടെ സമ്മേളനമാണ് നമ്മളുടെ സംസ്കാരം. എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വട്ടപ്പരത്തി താലാഘോഷത്തിന് കൊടികയറി. കഴിമ്പ്രം പഴശ്ശിനഗറിൽ നടന്ന പരിപാടിക്ക് പ്രസിഡന്റ് രാജീവ് പനക്കൽ, സെക്രട്ടറി ഷാജി വടക്കേട്ടിൽ, ഗജാഞ്ചി, ഷൈജു തെക്കിനിയടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രത്തിന് പരിസരത്തുള്ള വീടിന് ഉടമസ്ഥൻ തന്നെ തീയിട്ടു. അയ്യന്തോൾ കാർത്തിയായനി ക്ഷേത്രത്തിന് പരിസരത്തുള്ള വീടിന് ഉടമസ്ഥൻ തന്നെ തീയിട്ടു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആർക്കും പരിക്കില്ല. എരുമപ്പെട്ടി ചെറിയമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആൾതാമസമില്ലാത്ത വീടിന്റെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 3 വർഷം മുമ്പാണ് ആൾതാമസമുണ്ടായിരുന്നത്. ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും 2 വർഷം മുമ്പ് മറ്റൊരാൾ വാങ്ങിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഓടിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ്. ഞായറാഴ്ച വൈകിട്ട് വീടിന്റെ പുറകിലെ ചായപ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലം പൊളിക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിനു ശേഷം കുഴിമൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു. ACP CR സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. കൊമ്പഴിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു കാട്ടാന ഇറങ്ങിയത്. ജനവാസ മേഖലയായ PG ഡാമിന്റെ പ്രദേശത്തോടു ചേർന്നാണ് കാട്ടാന ഇറങ്ങിയത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനകളെ തലപ്പൊക്ക മത്സരം നടത്തുന്നതിനിടെ പാപ്പാന് നേരെ ആനയുടെ ആക്രമണം. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന ചെറുപ്പുള്ളിശ്ശേരി അനന്തപത്മനാഭൻ എന്ന കൊമ്പനാണ് ഞായറാഴ്ച ഇടഞ്ഞത്. സമന്വയ പൂരാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പിൽ കൊണ്ടുവന്നതായിരുന്നു അനന്തപത്മനാഭനെ. എഴുന്നള്ളിപ്പിന് മുന്നോടിയായി അനന്തപത്മനാഭനോടൊപ്പം ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാരെ ഒരുമിച്ച് നിർത്തി തലപ്പൊക്ക മത്സരം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് മുന്നിൽ നിന്ന പാപ്പാനെ ആന കൊമ്പുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചത്.
ബേടായിലുണ്ണേട്ടാ. ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കുന്നംകുളം പൈങ്ങാമുക്ക് പീഡികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അന്നൂർ സ്വദേശിയായ ബിനോയ്, കരിച്ചാൽ കടവ് സ്വദേശികളായ എബിൻ, സുരേഷ്, ദയലക്ഷ്മി, അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കരിച്ചാൽ പാലത്തിനു സമീപമാണ് സംഭവം. രാഷ്ട്രീയ വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. BJP അനുഭാവമുള്ള അമിക്കോസ് ക്ലബ് അംഗങ്ങളും CPIM അനുഭാവമുള്ള യങ് ക്ലബ് അംഗങ്ങളുമാണ് സംഘർഷമുണ്ടായത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ താവൂസിന് സമീപം കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ഞായറാഴ്ചയായിരുന്നു അപകടം. താവൂസ് കയറ്റം കയറി വരികയായിരുന്ന കാറും കുന്നംകുളം ടൗണിൽ നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബുള്ളറ്റിൽ സഞ്ചരിച്ചിരുന്നവർ തെറിച്ചു വീഴുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ ദേശീയപാതയോരത്ത് തീപിടുത്തം. കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് റോഡിൽ ഗൗരിശങ്കർ ജംഗ്ഷന് തെക്കുവശം ബിസ്മിക്ക് മുൻവശമാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കായിരുന്നു സംഭവം. ബൈപ്പാസിലെ സർവീസ് റോഡിന് സമീപത്തുള്ള സ്ഥലത്തെ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഇവിടെ കൂട്ടിയിട്ടിരുന്ന മരകഷ്ണങ്ങൾക്കും തീപിടിച്ചു. പുത്തൻകടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ സമിതിയുടെ ഈ സീസണിലെ ആദ്യ കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ കുഞ്ഞുങ്ങളെ പുത്തൻകടപ്പുറം കടലിലേക്ക് ഇറക്കിവിട്ട് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗീവർ, PI സെയ്ദ് മുഹമ്മദ്, സെഷൻ ഫോറസ്റ്റ് ഓഫീസർ നിതീഷ്, PV ധനേഷ്, KV റൈജു റായ്, PA നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ഡിസംബർ 29 കിട്ടിയ 100 മുട്ടകളിൽ 90 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവർ ഇന്ന് ഈസ്റ്ററിന് ഒരുക്കമായ നോമ്പ് ആരംഭം കുറിച്ചുകൊണ്ട് ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ഇരിങ്ങാലക്കുട KSE ലിമിറ്റഡിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ജനങ്ങളിൽ ആത്മവിശ്വാസം ഉയർത്താൻ പഞ്ചായത്തുകളിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനം. അൻപത് നോമ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് മലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദൈവാലയത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.